ഇന്ത്യയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു നിയമം, അതിനെതിരെ കേരളം പടുത്തുയർത്തിയ ഒരു വൻമതിൽ, അതാണ് പുതിയ നേറ്റിവിറ്റി കാർഡ്. പൗരത്വ ഭേദഗതി നിയമത്തെ കേരളത്തിന്റെ മണ്ണിൽ തൊടാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യം എന്താണ്? ഇത് ജനങ്ങൾക്കുള്ള ഒരു രക്ഷാ കവചമാണോ, അതോ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രമോ? ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീളുന്ന ഈ പുതിയ പോരാട്ടത്തിന്റെ ഉള്ളുകളികൾ എന്താണ്? നമുക്ക് നോക്കാം. 2026 ഫെബ്രുവരി 24 കേരള നിയമസഭ കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ ഔദ്യോഗികമായി പാസാക്കി. അതോടെ ഈ കാർഡിന് നിയമസാധുത ലഭിച്ചു. നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഓരോ ആവശ്യത്തിനും പ്രത്യേകം വാങ്ങേണ്ടി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് ഈ കാർഡ് വരുന്നത്. ഇത് ഫോട്ടോ പതിപ്പിച്ച ആധാർ കാർഡ് പോലെ എപ്പോഴും കൈവശം വയ്ക്കാവുന്ന ഒരു സ്ഥിര രേഖയായിരിക്കും. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറാണ് നൽകിയിരുന്നതെങ്കിൽ പുതിയ നേറ്റിവിറ്റി കാർഡ് നൽകാനുള്ള അധികാരം തഹസീൽദാർക്കായിരിക്കും. ഇതിന്റെ രജിസ്റ്റർ ഓരോ വില്ലേജ് ഓഫീസിലും സൂക്ഷിക്കും. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായ മാസ്റ്റർ പ്ലാനാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന നേറ്റിവിറ്റി കാർഡ് എന്ന് വിലയിരുത്തപ്പെടുന്നു. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ CAA നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പൗരത്വം എന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇതിനെ തടയാൻ കഴിയുക? ഇവിടെയാണ് ഇടതുമുന്നണി നേറ്റിവിറ്റി കാർഡ് എന്ന തന്ത്രം പുറത്തെടുത്തത്. പൗരത്വ രേഖകൾ ഇല്ലാത്തവർക്കും ഇതുമൂലം ഭീതി അനുഭവിക്കുന്നവർക്കും സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗിക രേഖകൾ ഒരു കവചമായി ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിലെ പൗരനാണോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണെങ്കിൽ നിങ്ങൾ കേരളത്തിലെ താമസക്കാരനാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്തൊക്കെയായാലും ഒരു സാധാരണക്കാരന് ഈ കാർഡ് കൊണ്ട് മറ്റു ചില ഗുണങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങാതെ വിദ്യാഭ്യാസ, തൊഴിൽ ആവശ്യങ്ങൾക്കായി ഈ കാർഡ് നേരിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ ഭാഗമായി റേഷൻ കാർഡ്, വോട്ടർ ID, മറ്റ് സംസ്ഥാന സർക്കാർ രേഖകൾ എന്നിവ ക്രോഡീകരിച്ച് കേരളീയൻ എന്ന നിലയിലുള്ള കൃത്യമായ ഡാറ്റാബേസ് സർക്കാർ തയ്യാറാക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം വഴി ആരുടെയെങ്കിലും പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ അവർ കാലങ്ങളായി കേരളത്തിൽ താമസിക്കുന്നവരാണെന്നും ഇവിടുത്തെ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണെന്നും തെളിയിക്കാൻ ഈ ഡാറ്റാബേസ് ഒരു ഔദ്യോഗിക രേഖയായി മാറും. വിവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ പുതിയ തന്ത്രം പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ CAA വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന ശക്തമായ സന്ദേശം ഇതിലൂടെ സർക്കാരിന് നൽകാൻ കഴിയുന്നു. അങ്ങനെ UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാണ് LDF ശ്രമിക്കുന്നതെന്ന വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അനുയായികളാണ്. എന്നാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ രാഷ്ട്രീയത്തെക്കാൾ ഉപരി സുരക്ഷിതത്വം നൽകുന്നവർക്ക് വോട്ട് നൽകാൻ അവർ പ്രേരിതരാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. കൂടാതെ കേന്ദ്രത്തിൽ കോൺഗ്രസിന് BJPയെ തടയാൻ കഴിയുന്നില്ല എന്ന പ്രചാരണം കേരളത്തിൽ ഇടതുമുന്നണി ശക്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ BJPയെ നേരിടാൻ പിണറായി വിജയൻ മാത്രമേയുള്ളൂ എന്ന ഇമേജ് ഇതിലൂടെ കെട്ടിപ്പടുക്കപ്പെടുന്നു. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമല്ല. ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് UDFും BJPയും ഒരേപോലെ ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സർക്കാർ ഈ വാഗ്ദാനങ്ങൾ മറക്കുമെന്നാണ് അവരുടെ പക്ഷം. പൗരത്വ കാര്യങ്ങളിൽ കേന്ദ്രത്തിനാണ് അന്തിമ അധികാരം. സംസ്ഥാന സർക്കാർ നൽകുന്ന രേഖകൾക്ക് കേന്ദ്ര ഏജൻസികളെ എത്രത്തോളം തടയാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമാണ്. ചുരുക്കത്തിൽ, ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുമുന്നണി വലിയൊരു നീക്കമാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം പൗരത്വം കേന്ദ്രത്തിന്റെ മാത്രം അധികാര പരിധിയിലുള്ള വിഷയമാണ്. എന്നാൽ ക്രമസമാധാനവും സാമൂഹ്യ സുരക്ഷയും സംസ്ഥാനത്തിന്റെ പരിധിയിലാണ്. കേന്ദ്രം ഒരാളെ അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് മുദ്രകുത്തുമ്പോൾ സംസ്ഥാനം അയാൾക്ക് നേറ്റിവിറ്റി നൽകുന്നത് ഒരു നിയമയുദ്ധത്തിന് വഴിവെക്കും. പൗരത്വ വിഷയത്തെ വൈകാരികമായും രാഷ്ട്രീയമായും മലയാളി സ്വത്വമായും കൂട്ടിയിണക്കുകയാണ് LDF. ഇത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കലാണോ, അതോ 2026 വോട്ട് പിടിക്കൽ തന്ത്രമായി മാറുമോ എന്ന് കാത്തിരുന്നു കാണാം.